ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ആദ്യം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം പ്ലേ 2 പ്ലെയർ ഗെയിംസ്. ഒരു ലൊട്ട ഗെയിമാണ് ഗെയിം ഇത്. എന്നാലും നമ്മൾ കളിക്കുകയാണ്. ഞാൻ വെസസ് റോബോട്ടാണ് നമ്മൾ കളിക്കുന്നത്, കാരണം എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ടൂർണമെൻറ്റ് റോബോട്ടിൻ്റെ കൂടെ കളിക്കും. നമ്മൾ ഹാർഡാണ് കളിക്കുന്നത്. നമുക്കുണ്ടാ പേടി ഹൈ സ്പൈക്ക് അറ്റാക്സ് ആണ് കളിക്കുന്നത്. അവനിപ്പോൾ തന്നെ ഓടാൻ തുടങ്ങി. ഞാൻ അപ്പോഴേക്കും അടുത്ത് ഇങ്ങോട്ട് ഓടിയത്. അങ്ങനെ ഇത് കളി വെച്ചാൽ നമ്മളിത് കൊള്ളാൻ പറ്റില്ല. ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ വന്ന് നിൽക്കണം, അതായത് കൊള്ളാണ്ടിരിക്കുള്ളൂ. കല്ലൊരു ഷീൽഡ് പോലെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് കളി. ഇവനെല്ലാം പ്രവചിക്കുന്നുണ്ട്. ഇതിൽ ഈ 3 ഹെൽത്ത് ഉണ്ട്. 3 വട്ടം കുത്തിക്കഴിഞ്ഞാൽ അവർ ചാവും. അപ്പോൾ ചാവാത്തവൻ വിജയിക്കും. അതാണ് കളി. ഒക്കെ നോക്ക്, ഞാൻ എൻ്റെ ഒരു പോയിന്റ് പോയി. നോക്ക് ഇതേ വരുന്നു. ഞാൻ പിന്നെയും ചാവാറായി. മച്ചന്മാരെ ഞാൻ ചത്ത് ഗൈസ്. അപ്പോൾ നമ്മുടെ റോബോട്ട് ജയിച്ചിട്ടുണ്ട് ഈ കളി ഗൈസ്. ആഡാണിത്, നിങ്ങൾ ഒന്നും കാണണ്ട. അടുത്ത് ബാൾ ഗെയിം ഫിസിക്സ് ആണ്. ഷൂട്ട് ആൻഡ് സ്കോർ വിത്ത് എവരി പാർട്ട് ഓഫ് യുവർ ബോഡി. നമുക്ക് വയറും കൊണ്ടും തലയും കൊണ്ടൊക്കെ അടിക്കാൻ പറ്റുന്ന പറയുന്നത്. ഞാനാണ് ബ്ലൂ തോന്നുന്നു ഇതിൽ. മച്ചന്മാരെ ഞാനാണ് ബ്ലൂ ഇതിൽ. ഗൈസ് എനിക്കൊരു ഗോൾ കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ്, ഞാനാണ് ശരി റെഡ്. ഞാൻ കളിയിൽ ഇതായിട്ട് മറന്നുപോയി. ഞാനായിരുന്നു ശരിക്കും റെഡ്. എനിക്ക് 2 പോയിൻ്റായി. 1 പോയിന്റ് കൊടുക്കട്ടെ, ഞാൻ ജയിക്കും. അവന് കിട്ടില്ല ഇന്നൊരു പോയിന്റ്. അവൻ ജയിക്കില്ല ഈ കളി. കാരണം ഞാൻ തലയും കൊണ്ടൊക്കെ അടിച്ചുകൊണ്ട്. അങ്ങനെ അതൊരു പെർഫെക്റ്റ് ഗോൾ ആവണ്ടായിരുന്നു. ഈ ഗോൾ സേവ് ചെയ്തു. കഴിയുമ്പോൾ കേൾക്കണവൻ ഗൈസ് സെൽഫ് ഗോൾ അടിച്ചു. നമുക്ക് ഗോൾ കിട്ടി. അടുത്തത് ലാസ്റ്റ് ഷാഷിമി. ഈറ്റ് ആൾ ബിഫോർ യുവർ അവൻ വസ്തുതം. എന്തൊക്കെയുണ്ട് ഗൈസ്. നമുക്ക് കളി തുടങ്ങാം. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചത്തുണ്ട്. നമുക്കൊരു സാധനം കിട്ടി, തിന്നാൻ കിട്ടി. നമുക്ക് ബിസ്ക്കറ്റാണിത് എന്നാണ് തോന്നുന്നത്. അവൻ ഈ കളിയിൽ ജയിക്കും തോന്നുന്നു. അമത്തിക്കൊണ്ടേ ഇരിക്കാം. നമുക്ക് അമത്തിക്കൊണ്ടേ ഇരിക്കാം. അവനത് കിട്ടി ഗൈസ്. അവൻ ജയിച്ചിരിക്കുന്നു. ഇത് ആഡ് വന്നിരിക്കുന്നു ഗൈസ്. എന്തുവാ ഇത് ഗൈസ്? എൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു മാറ്റമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിൻബാളാണ് അടുത്ത കളി. അതാണ്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞു. നമുക്ക് അടിച്ചുകൂടാ. ഒരു ഗോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗോൾ കിട്ടി. അങ്ങനെ ഇതെന്തോന്ന് ഐറ്റം? അയ്യോ, റീ വരുന്നു. വേണ്ട, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വരണ്ട. സെൽഫ് ഗോൾ എനിക്ക് അടിക്കാൻ വയ്യ ഗൈസ്. നമ്മൾ അടുത്ത ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ കളിയിൽ ഞാൻ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് അങ്ങനെ ഈ സാധനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അമത്തിക്കൊണ്ടേ ഇരിക്കണം. ഈ സാധനം വന്നാൽ അതാണ് ഈ പണ്ടാര സാധനം. ഗൈസ് എൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്, കാരണം ജലദോഷമാണ്. ഞാൻ കുളത്തിൽ പോയി കുളിച്ചു. 2 ദിവസം അടുപ്പിച്ച് കുളിച്ചു. കുളി വെച്ചാൽ നമുക്ക് നീന്തലൊന്നും അറിയില്ല എന്നൊന്നും പറയണ്ട. നമുക്ക് നീന്തലൊക്കെ അറിയാം. അങ്ങനെ നല്ല അടി കൂടെയൊക്കെ നീന്തിയിട്ട് മൂക്കിൽ കൂടെയൊക്കെ വെള്ളം കുറച്ച് കുടിച്ചു. പിന്നെ അങ്ങനെ ശബ്ദം മാറി, ജലദോഷമായി. ഗൈസ് ഈ വീഡിയോ ലാഗ് അടിക്കും തോന്നുന്നു. ഗൈസ് ഞാൻ ഇത് വോളിയം കുറച്ച് വെച്ചിട്ടാണ് കളിക്കുന്നത്, കാരണം ഞാൻ പറയണതൊന്നും നിങ്ങൾക്ക് കേൾക്കില്ലല്ലേ. അങ്ങനെ ഇതിൻ്റെ കലപിലാ ശബ്ദമാണ് ഗൈസ്. ഇത് അവസാനത്തെ പോയിന്റിനുള്ള കളിയാണ്. എടേ ഒന്ന് വേഗം പോ ഗൈസ്. ഈ കളി കഴിയുന്നില്ല. ഗൈസ് അവൻ ജയിച്ചു ഇല്ലല്ലേ. 5 പോയിന്റ് വേണം തോന്നുന്നു ഇത് ജയിക്കാൻ. ഗൈസ് ഒറ്റടി ഗോളത്. ഒരു നിർണായകമായ ഷോട്ട്. അവന് ഗോളായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ് അവൻ ജയിച്ചിരിക്കുന്നു. മണ്ടൻ ചിക്കൻ ചമ്പാണ്. എനിക്കൊരു ലൊട്ട ഗെയിമാണ്. എനിക്കിത് കളിക്കാനേ അറിയും. പക്ഷെ എനിക്ക് കളിക്കാൻ കിട്ടില്ല അത്. 1 പോയിന്റ് കിട്ടി, 2 പോയിന്റ് കിട്ടി, 3 പോയിന്റ് കിട്ടിയില്ല, 4 പോയിന്റ് കിട്ടി, 5ാമത്തെ പോയിന്റ് കിട്ടിയില്ല, 6ാമത്തെ പോയിന്റ് ഞാൻ ചത്തു.
ഓക്കെ ഓക്കെ, ഞാനാണ് മുമ്പിലല്ല, അവനാണ് മുമ്പിൽ. ബോട്ട് പൊട്ടൻ. 20 ഉള്ളവർ ജയിക്കും. കളിയുടെ നിയമങ്ങളാണിത്. ബോട്ട് അതാ സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വീണുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊരു പോയിന്റ് പോലും ഇല്ല. ഒരു ചക്കയ്ക്കൊരു പോയിന്റ് കിട്ടി. അങ്ങനെ നമ്മൾ തോറ്റിരിക്കുന്നു സന്തോഷകരമായി. അവനാണെങ്കിൽ നല്ല തീപ്പൊരിയാണ്. ഞാനാണെങ്കിൽ വെറുതെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, എപ്രാളത്തിൽ എന്തൊക്കെയാണ് ചെയ്യണം. അവനിപ്പം ജയിക്കും. ജയിച്ചു ഗൈസ്. നമുക്ക് ഇതപ്പം വരാട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ പുതിയ ടൂർണമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റിക്കി ടങ്സ് ആണ്. തവളാച്ചി ഗെയിമാണ് ഗൈസ് ഇത്. ഫസ്റ്റ് ആരാണ്? തുമ്പി. പൂത്തുമ്പി ഓടിവാ പോടാ. ഗൈസ് ഞാനാണ് തുമ്പി. പൂത്തുമ്പി പൊറളമണി പൊളപളക്കൂണ്ണ. പൂത്തുമ്പി കൊറളമണി കൊള. ഈ തുമ്പി നമ്മൾ പിടിക്കണം. അങ്ങനെ കണ്ടാ, പിടി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ 8 പോയിന്റിൽ നിന്ന് 1 പോയിന്റ് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ഫസ്റ്റ് കഴിയുന്നത് അവർ പെട്ടെന്ന് ഔട്ടാവും. കണ്ടാ, അവൻ്റെ 6 ആയി. എൻ്റെ എപ്പോഴും 8 തന്നെയുണ്ട്. ചാള. നമുക്ക് ഇതേ ഇങ്ങനെ ഓടിച്ച് കളിക്കുക. ഇങ്ങനെ അവൻ്റെ അങ്ങനെ പോവും. 2 എണ്ണം പോയി. 3ാമത്തെ അവന് കിട്ടി. ഗൈസ് ഞാൻ ഇവന് ഇപ്പം തന്നെ തിന്നും. ഇല്ല, ഞാൻ കിട്ടില്ല എന്നെ. ഗൈസ് എന്താ ലാഗ് അടിക്കുന്നത് തവള വരാൻ? ഈ ഗെയിം എന്താണ്? ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ പോകാറാ. ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ വരും. ഫ്രീ ആയി കിട്ടിയ തുമ്പിനെ. എന്നെ കിട്ടില്ല. ഞാൻ ചത്തുകൊണ്ടാ. ഞാൻ എന്തെങ്കിലും ജയിച്ചിട്ടുണ്ട്. വാക്യമോളാണ് അടുത്തത്. കരടിക്കുട്ടൻ വരുമ്പോൾ നമ്മൾ പോക്കണം അവനെ. അയ്യോ, ഞാൻ അവൻ്റെ അടി അടിച്ചു. അവൻ്റെ ഇതിനെ. ഞാൻ റെഡാണ് ഗൈസ് അടിക്കേണ്ടത്. ചാവ്. കൊല്ലവനെ. നീയും ചാവ്. നീ എന്തിനാ വെറുതെ ഇരിക്കണേ? നീയും ചാവ്. നീ ചത്തില്ല. നീ രക്ഷപ്പെട്ടു. ചാവ്. നീ അവൻ രക്ഷപ്പെട്ടു. കുറേ പേര് രക്ഷപ്പെടുന്നു ഗൈസ്. എനിക്ക് 20 പോയിൻ്റൊക്കെ ആയി സുഹൃത്തുക്കളെ. നമ്മളിങ്ങനെ നമ്മൾ ട്രിപ്പിൾ ഫിംഗറാണ്. അമർത്തിക്കൊണ്ടേ ഇരിക്കുക. ഓ ഗൈസ്, ഞാൻ ജയിച്ചു. തുടർച്ചയായി 2ാമത്തെ. ഗൈസ് ഇതൊരു ലൊട്ട ഗെയിമാണ്. ആൻറ്റി സ്ട്രെസ്. നമ്മൾ ആരും കയറ്റരുത് ഗൈസ്. ഇവർ ഇതുണ്ടാക്കിയ ആളെന്നെ കണ്ടപ്പോൾ കൊല്ലും ഗൈസ്. ക്രാബി വോളിയാണ്. അപ്പോൾ നമുക്ക് കളിക്കാം. ഈ കളിയുടെ ഇത് നമ്മുടെ ദേഹത്തൊന്ന് ബോൾ തൊട്ടി അങ്ങനെ പോകും. കാണിച്ചു തരാം. ബൗൺസായി പോകുന്നതോ ജസ്റ്റ് തൊട്ടുമ്പോഴേക്കും അങ്ങനെ കണ്ടോ. അങ്ങനെ നിങ്ങാണ്ട് നിന്നാൽ മതി ഒരു സ്ഥലത്ത്. അടി ഡും. ഊപ്സ് ഗൈസ്, അവനൊരു പോയിന്റ് കിട്ടി. ഗൈസ് അവൻ 2. എനിക്ക് മുട്ടയാണ്. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാറില്ല, അതറിയില്ലേ? കാരണം ബ്ലോഗ് ഏവിയസ് പറഞ്ഞാൽ എതിരില്ല ഗൈസ്. ഈ കളി ഒന്നും തീരില്ല. ഞാൻ തീർക്കാം. ഇത്ര ഉള്ളു കാര്യം. ഇതിനാണ് നമ്മൾ കടന്നത്. ഇതാവണം. ഗൈസ് അവൻ ജയിച്ചു. ഇല്ല, ഞാൻ സൈഡിലേക്ക് ആക്കി കളിക്കാം. നമ്മൾ അടുത്ത പോയിന്റ് എടുത്തിട്ട് ഗൈസ് അടുത്തൊരു ലാസ്റ്റ് പോയിന്റാണ്. അവൻ ജയിക്കുമോ ഇല്ലയോ, അത് ഞാൻ തോക്കുമോ ഇല്ലയോ. അവൻ ജയിച്ചാലും ഞാൻ തോക്കും, അവൻ തോറ്റാലും ഞാൻ തോക്കുമല്ല. ഗൈസ് എന്തൊക്കെയോ ഞാൻ പറയുന്നു. ഞാൻ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ. ഗൈസ് ഞാൻ ഇപ്പോൾ മൂവ്മെൻ്റ് ഒന്നും ചെയ്യണില്ല. നമ്മൾ മൂവ് ചെയ്താൽ തന്നെ അവന് ഔട്ടാവും. അങ്ങനെ കുറച്ച് നേരം നമുക്ക് മൂവ് ചെയ്യാണ്ട് ഇരുന്നാൽ മതി. അപ്പോൾ ജയിക്കും. കുറച്ച് ഫ്രണ്ടിൽ പോട്ടെ ഞാൻ. ഇനി നമ്മളിങ്ങനെ മൂവ് ചെയ്യണം. അവനും മൂവ് ചെയ്യും. അത് പൊട്ടനായതുകൊണ്ട് നമ്മളിങ്ങനെ അടുത്തൊരു പോയിന്റ് കൂടി അടുത്താൽ ഞാൻ ജയിക്കും. സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക. ഗൈസ് നിങ്ങളിത് കാണുക. അടയാളപ്പെടുത്തുന്ന കാലം ഏത്? ഘടികാരം ഉണർത്തുന്നു. റൊണാൾഡോയുടെ കിക്ക്. റൊണാൾഡോ അല്ല, മെസ്സി ഫാൻ. നിങ്ങളത് ഫാനാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. റൊണാൾഡോ, മെസ്സി, നെയ്മർ, എംബാപ്പെ. സുഹൃത്തുക്കളെ ഗൈസ് വേണത് ചാവാത്. അത് ഗൈസ് അണ്ണൻ ജയിച്ചിരിക്കുകയാണ്. രംഗൻ. ഗൈസ്
ഗൈസ് കാനോൺ ഡുവലാണ്. ഇത് ന്യൂ ഗെയിമാണ്. ഇത് തന്നെ നമുക്ക് കളി തുടങ്ങാം. ഞാനാണ്. ലെറ്റ്സ് പ്ലേ. ആ തീപ്പൊരി പൊട്ടിച്ച് ഞാൻ തന്നെ ചത്തുണ്ടാവും ഇപ്പോൾ. ഗൈസ് ഞാൻ ദാ അവൻ്റെ നേർക്കൊരു തീപ്പൊരി ഉണ്ടതാ. നേർക്ക് നമ്മൾ പൊട്ടിക്കുന്നു. പക്ഷെ അവൻ അതൊന്നും മേൽക്കുന്നില്ല. നമുക്ക് ചെറിയൊരുണ്ട. മമ്മി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതാ ഞാനൊരു വെടി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട് എണ്ണനെ. ഗൈസ് അവൻ്റെ തീപ്പൊരി എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവൻ എന്നെ കൊല്ലാറായി. ഞാൻ അവൻ്റെ അടുത്തേക്ക് ഒരു മിസൈൽ അയച്ചു. അവൻ ചത്ത്. ഞാൻ അവൻ്റെ അടുത്തേക്ക് പിന്നെ ഒരു മിസൈൽ അയച്ചു. അവൻ ചത്തില്ല. പക്ഷേ ഫുൾ പവറിൽ ഞാൻ വന്ന് വിട്ടു. അതിന് എൻ്റെ മണ്ടക്കോട്ടനെ വന്ന് വീഴുമെന്ന് അറിയില്ല. ഗൈസ് അവൻ ചത്തിരിക്കുകയാണ്. വിജയകരമായി ഞാൻ ജയിച്ചിരിക്കുകയാണ്. അടുത്ത വാട്ടർ ഗെയിമാണ്. ഇതിൽ ഊള ഗെയിമാണിത്. നമുക്ക് എന്നാലും കളിച്ചേ പറ്റൂ. ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ക്ലിക്കൊക്കെ നടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. പോയിന്റ് കണ്ട ക്ലിക്കൊക്കെ നടിച്ചാൽ മതി. ബോട്ടിന് ബുദ്ധിയില്ല. രണ്ട് ബട്ടണിലും പിടിച്ച ഞെക്കി നാളെ ആവും. നമ്മൾ ക്ലിക്കൊക്കെ കണ്ട് മുട്ടതാക്കണമാതിരി അടിച്ചാൽ മതി. 15 വേണം തോന്നുന്നു ജയിക്കാൻ. ഞാൻ അതിൽ പിന്നെ എൻ്റെ ഫേവറേറ്റായ 2 ഗെയിമും കൂടി കളിക്കുന്നുണ്ട് ഈ ടൂർണമെൻ്റ് ആയിട്ട്. അതിൽ ഞാൻ ഹാർഡ് വെച്ച് കളിക്കില്ല. ഞാൻ ഈസി വെച്ച് കളിക്കും. അതായത് പാവം ഞാനാണ്. സുഹൃത്തുക്കളെ ഈ ബോൾസ് എന്താണ് ഇങ്ങനെ പോകുന്നത്? എനിക്ക് അടുത്ത പോയിന്റ് കിട്ടി. എൻ്റെ 3 പോയിന്റ് കൂടി താഴെ. അവിടെ ഒരു 3 പോയിന്റ് ഇടയിൽ 3 പോയിന്റ്. ഓക്കെ എനിക്ക് 2 പോയിന്റ് 1 പോയിന്റ് ഒന്ന് അവിടെ സ്കാമേ 1 പോയിന്റ്. ഗൈസ് ഞാൻ ജയിച്ചു. ഗൈസ് അവൻ ഞാൻ ഒന്ന് മുട്ടയ്ക്ക് പൊട്ടിക്കും. കോൺ ഹോളാണ് കളിക്കാൻ പോകുന്നത്. ഞാനാണ് ആദ്യം എറിയണ്ട്. ഗൈസ് പിന്നെയും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഞാൻ കളിയിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവനൊരു പോയിന്റ്, എനിക്ക് മുട്ട. ഒരു മുട്ട ഞാൻ ഓംപ്ലേറ്റ് അടിക്കാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ. ഗൈസ് ഈ മമ്മി എന്നെ പിന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്നു. ചാർജ് ഒക്കെ ഉണ്ട് ഗൈസ്. 59 ഉണ്ട് ഗൈസ്. നമ്മളിതേ ഈ വീഡിയോ ഇടാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നെന്ന് അറിയോ നിങ്ങൾക്ക്? ഗൈസ് എനിക്ക് 1 പോയിന്റ് തന്നെ ഉള്ളൂ. ഓ ഗൈസ് അങ്ങനെ തരാം. അവന് 2 പോയിന്റ്, എനിക്ക് ഇതാണ്ട് ഇപ്പോൾ ഒരു 3 പോയിന്റ്. യെസ് ഞാൻ ജയിച്ചിരിക്കുന്നു. ഇല്ലേ അവൻ ഒന്നുകൂടി ഉണ്ടാ. ഗൈസ് അവൻ നോക്കൗട്ടായി. ഞാൻ ജയിച്ചു ഗൈസ്. ഇതെൻ്റെ ഉണ്ട് ഗൈസ്. എന്ത് ബാ ഇത്? പോ. കള്ളനും പോലീസുമാണ് നമ്മളെ അടുത്ത് കളിക്കാൻ പോണത്. ആദ്യം ആരാണ് കള്ളൻ? ഞാനാണില്ലേ? അല്ല ഞാൻ പോലീസാണ് ആദ്യം. ഞാൻ വെറുതെ നിൽക്കണ്. അവനെ പോയി പിടിക്കാവാ. കള്ള ഓടണ്ടാ നിൽക്കറ. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടാ നീ ചാവുമ്പോൾ. കാരണം അവൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇതാണ്ട് അവൻ അങ്ങോട്ട് ഓടുന്നു പൊട്ടൻ പോലീസ്. നമുക്ക് ഇതെൻ്റെ ഇങ്ങോട്ട് പൈസ പോയി എടുക്കുക. അവൻ്റെ നിന്ന് മക്ക വേണ്ട ഇങ്ങോട്ട് വാ. അങ്ങടല്ല ഇങ്ങോട്ട് ഓർഡറോ. എടാ ഇങ്ങോട്ട് വേഗം ഓടി വാന്ന്. ഇവൻ ഇങ്ങനെ ലാഗ് അടിപ്പിക്കാണ്ട് തേങ്ങാണ്ടി. ഈ പൈസ എടുക്ക്. ഓടിക്കോ മോനെ. കണ്ടം വാഴി ഓട്. ഫസ്റ്റ് ഞാൻ ജയിച്ചു. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. അണ്ണൻ ജയിച്ചു. പക്ഷേ എനിക്ക് ട്രോഫിയൊക്കെ കിട്ടി. ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയ 2 ഗെയിം കളിക്കാൻ പോകുന്നത്. ഒന്ന് പിങ് പോങ്. ബോട്ടിൻ്റെ കൂടെയാണ് നോർമൽ കളിക്കാം. എൻ്റെ പേരാണ് പിങ് പോങ്. എൻ്റെ കയ്യിൽ 2 ബാറ്റ് ഉണ്ടാവും, 1 ബോളും. അത് നിങ്ങൾ ബോൾ തട്ടിത്തെറിപ്പിക്കണം. എന്നിട്ടാണ് കളി കളിക്കുക. അങ്ങനെ 1 പോയിന്റ് ബോട്ടിന് കിട്ടിപ്പോയി. എനിക്കൊരു പോയിന്റ്, അവനൊരു പോയിന്റ് ഇല്ല. എനിക്കൊരു പോയിന്റ്, അവനൊരു പോയിന്റ് ഇല്ല. അങ്ങനെ 7 പോയിന്റ് എടുത്താലേ നമ്മൾ ജയിക്കുകയുള്ളൂ. ഗൈസ് ഇതെന്ത് ഔട്ടാവാത്തേ? എന്നെ ഔട്ടാക്കി. പിന്നെ നീ ഔട്ടായി. അപ്പുറത്ത് നോക്കിയോ, നീ ഔട്ടായി. അവന് പോയിന്റ് കിട്ടിയത്.
ഞാൻ അതിൻ്റെ വെളിയിലേക്ക് അടിച്ചു വിട്ട്. നല്ല തെറിച്ചങ്ങോട്ട് പോയി അത് അപ്പുറത്തേക്ക്. എനിക്ക് 2 പോയിന്റും കൂടി കിട്ടിയാൽ അണ്ണൻ ജയിക്കും. ഗൈസ് 1 പോയിന്റും കൂടി കിട്ടിയാൽ ഞാൻ ജയിക്കും. അതാണ്ട് കിട്ടി, ഞാൻ ജയിച്ചു. ഇനി അടുത്തെൻ്റെ ഫേവറേറ്റ് ഗെയിം താഴേക്ക് പോകാം. ഇതായിരിക്കും. ഇതാണ് നമ്മൾ തൊട്ടാ. ഓക്കെ, കിങ് ഓഫ് യാർഡ് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്. എടുത്തോനെ പിടിച്ചോ. ഓർഡർ അവൻ തളി വീണ്. നീ അപ്പുറത്ത് കൂടെ പോ, ഞാൻ ഇപ്പോൾ ഇതേ വരാം കേട്ടാ. ഗൈസ് അവനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ് അവനെന്നെ പിടിച്ചാൽ പെട്ടു. എവിടെടാ നീ? നിന്നെ ഞാൻ തിരഞ്ഞ് കണ്ടുപിടിച്ച് പിടിക്കും. അവൻ താണ്ട് ഇവിടെ. കുറേ സ്പീഡ് എടുക്കാം, എന്നിട്ട് അവനെ കൊല്ലാം. ഓക്കെ. തളി വീണ് തേങ്ങ. അവനും തളി വീണ്. ഞാൻ അപ്പം ജയിക്കും. 20 പോയിന്റ് കിട്ടിയ. ഇല്ലേ 30 പോയിന്റ് വേണം. 1/2 മിനിറ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ച് വെക്കണം. ഓട്. അയ്യേ ബൂസ്റ്റ് കിട്ടിയില്ല എനിക്ക്. അത് കിട്ടിയാണെങ്കിൽ ഇപ്പം ഞാൻ ജയിച്ചെന്നെ. ഇനി അവനെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ പിടിക്കണം. ഈ മുറ്റത്ത് അവൻ എവിടെ പോയി നിന്നാലും ഈ യാർഡിൽ ഞാൻ അവനെ കണ്ടുപിടിച്ചേ ഞാൻ പറ്റൂ. ഗോയ്സ് ഇതാണ്ടവൻ. നിക്കറ മച്ചു. പ്ലീസ് നിക്കറ മച്ചു ജയിച്ചു. ഗോയ്സ് അവൻ ജയിച്ചു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഈ ഗെയിമിൻ്റെ ആഡായിട്ട് കൂടി നിങ്ങൾ കൂട്ടണ്ട അതിലൊട്ട വീഡിയോ. അപ്പോൾ ചങ്ങനെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ സീ യു ടാറ്റ ബാക്ക് ഇൻ ദ ബ്ലോഗ് ഏവിയസ്. ടാറ്റ ബൈ ടേക്ക് കെയർ.